എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയും അമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നളചക്രവർത്തിയെക്കുറിച്ച് പരിചയപ്പെട്ടു. നളൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് സുഹൃത്തായിട്ട് കിട്ടിയ ഒരു ഹംസം, ആ ഹംസം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രാജകുമാരിയുടെ രൂപലാവണ്യം, സാക്ഷാൽ ദമയന്തി. അപ്പം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ദമയന്തിയെക്കുറിച്ചാണ്. ദമയന്തി എന്ന് പറയുന്ന പെൺകുട്ടി ലക്ഷ്മിക്ക് തുല്യം ചൈതന്യമുള്ളവളായിരുന്നു എന്നാണ് പറയുക. അത്രയധികം ഭംഗിയാണത്രേ ഈ ദമയന്തിയെ കാണാൻ. ദമയന്തിയുടെ രാജ്യം വിദർഭയാണ്. വിദർഭയിലുള്ള ഭീമൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാജാവിൻ്റെ മകളായിട്ടാണ് ദമയന്തി ജനിക്കുന്നത്. ഈ ഭീമൻ എന്ന് പറയുന്ന രാജാവിന് കുറേ കാലം കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് വലിയ പുത്രദുഃഖം ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു മഹാത്മാവ് വന്നു, ഒരു മഹർഷി. ആ മഹർഷി അദ്ദേഹം വേണ്ട തരത്തിൽ ഉപചരിച്ചു, വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, എല്ലാ തരത്തിലുള്ള പൂജകളും നടത്തി കൊടുത്തു. ആ സമയത്ത് ആ മഹർഷിക്ക് ഉണ്ടായ സന്തോഷം കൊണ്ട് അനുഗ്രഹിച്ചു, നല്ല മക്കൾ ഉണ്ടാവട്ടെ. അങ്ങനെ 3 ജ്യേഷ്ഠന്മാരും ഒപ്പം ദമയന്തി ഉണ്ടായിരുന്നതാണ്. 3 സഹോദരന്മാരുണ്ട് ദമയന്തിക്ക്, 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടിക്കാണ് ദമയന്തി എന്ന് പേരിട്ടത്. ദമയന്തി ചെറുപ്പം മുതലേ അഗ്രഗണ്യായിരുന്നു എല്ലാ വിഷയത്തിലും. അത് ആയുധാഭ്യാസം ആയിക്കോട്ടെ, അത് വേദം ആയിക്കോട്ടെ, പാണ്ഡിത്യം ആയിക്കോട്ടെ, ചികിത്സ ആയിക്കോട്ടെ, ഏതൊരു മേഖല എടുത്താലും അതിൽ ദമയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഗ്രഗണ്യയുടെ സ്ഥാനത്തുള്ള ആളാണ്. ഏതൊരു മത്സരത്തിലും ദമയന്തി പങ്കെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 1-ാം സ്ഥാനം ദമയന്തിക്കുള്ളതാണ്. അത്ര മിടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു ദമയന്തി. ഈ ദമയന്തിയുടെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ, യൗവനയുക്തിയായ സമയത്ത്, ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ ഹംസം ആദ്യമായിട്ട് കാണുകയാണ് ഈ ദമയന്തിയെ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു കുട്ടി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന്. ആ ദമയന്തിയെ വിവാഹം കഴിക്കാൻ ദേവന്മാർക്ക് പോലും താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് കഥയിൽ പറയണത്. ദേവന്മാരൊക്കെ വരുന്നുണ്ട് ദമയന്തിയെ കല്യാണം കഴിക്കാൻ. ഇങ്ങനെയുള്ള ദമയന്തിയെ കുറിച്ചിട്ടുള്ള വർണ്ണനയാണ് ഹംസം നളന് കൊടുക്കുന്നത്. നളന്റെ സന്ദേശവുമായിട്ട് ആ ഹംസം വിദർഭയിലെത്തുന്നു. ദമയന്തിയോട് നളന്റെ വിവരങ്ങളും നളനെക്കുറിച്ചിട്ടുള്ള വർണ്ണനയൊക്കെ നടത്തുന്നു. ഇങ്ങനെ പരസ്പരം ഹംസത്തിൻ്റെ സന്ദേശത്തിലൂടെ അവർ തമ്മിൽ ഒരു പ്രണയം ഉണ്ടാവുകയാണ്. ആ സമയത്താണ് ദമയന്തിയുടെ വിവാഹം സ്വയംവരമായിട്ട് നടത്താൻ അദ്ദേഹം, ഈ ഭീമൻ എന്ന് പറയുന്ന രാജാവ്, തീരുമാനിക്കണത്. ആ സമയത്ത് നളനും അതിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെങ്കിലും ദേവന്മാർ പറയുന്നത് നളനോട്, ഞങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് താൻ പോയിട്ട് അദ്ദേഹത്തെ അറിയിക്കണം എന്നാണ്. വെച്ചാൽ നളൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ദേവന്മാർ ചെന്ന് പറയാൻ പറയുന്നത് നളനോട് തന്നെയാണ്. അങ്ങനെ നളൻ അന്തഃപുരത്തിൽ കയറി ദമയന്തിയോട് ഈ വാർത്തകളൊക്കെ പറയുന്നുണ്ട്. ദേവന്മാർ കൊടുക്കുന്ന ഒരു വിശേഷപ്പെട്ട മന്ത്രമൊക്കെ ചൊല്ലി ഇങ്ങനെ രൂപമൊക്കെ മാറിയിട്ടൊക്കെയാണ് പോകുന്നത്. എന്തായാലും സ്വയംവര സമയത്ത് നളൻ്റെ അടുത്ത് 4 ദേവന്മാർ വന്നിരുന്ന് നളനെപ്പോലെ തന്നെയുള്ള രൂപത്തിലിരുന്നു എന്നാണ് കഥയിൽ പറയുക. അപ്പം ഈ ദമയന്തി മാലടാൻ വേണ്ടി വരണ സമയത്ത് നളനെ മാത്രമല്ല കണ്ടത്, നളൻ്റെ അതേപോലെ രൂപമുള്ള വേറെ 4 പേര് അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ദമയന്തി ദേവന്മാരെ പ്രാർത്ഥിച്ചു, എനിക്ക് ശരിയായിട്ടുള്ള വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഥാർത്ഥത്തിലുള്ള നളനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്നും ആ നളനെ ദമയന്തി പരിണയിച്ചു എന്നുമാണ് കഥ. ആ സമയത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. പങ്കെടുക്കാൻ വന്ന ദമയന്തിയും നളനും തിരിച്ച് നിഷാദ രാജ്യത്തിലേക്ക് പോയി. ഈ പങ്കെടുക്കാൻ വന്ന ദേവന്മാർ തിരിച്ച് സ്വർഗത്തേക്ക് പോണ വഴിക്ക് 2 പേരെ കണ്ടു എന്നാണ്. ഒരാളുടെ പേര് കലി എന്നാണ്, അടുത്ത ആളുടെ പേര് ദ്വാപരൻ എന്നാണ്. അവർക്കുണ്ടായിട്ടുള്ള ദേഷ്യം, ഒരു കേവലം മനുഷ്യൻ വന്ന് നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കലിബാധയിലേക്ക് നളനെ തള്ളിവിടുമെന്നും നളന്റെ സർവ്വ ഐശ്വര്യങ്ങൾ നശിപ്പിക്കുമെന്നും രാജ്യഭ്രഷ്ടനാക്കുന്നും, എന്തിന് ദമയന്തിയെ നളനെ തന്നെ 2 പാത്രത്തിലാക്കി കാണിച്ചു തരാമെന്നും കലി അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാണ്. അങ്ങനെയാണ് നളന് കലിബാധ ഉണ്ടാവുന്നത്. സഹോദരനായിട്ടുള്ള പുഷ്കരനുമായിട്ട് അദ്ദേഹം ചൂത് കളിക്കുന്നത്, സർവ്വതും നഷ്ടപ്പെടുന്നത്, രാജ്യം ഉപേക്ഷിച്ചുകൊണ്ട് ദമയന്തിയുടെ കയ്യും പിടിച്ച് കാട്ടിലേക്ക് പോകുന്ന നളനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അവിടെ വെച്ച് നളനെ ഒരു പാമ്പ് കടിക്കുന്നുണ്ട്. ദമയന്തിയെയും ഒരു പാമ്പ് ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു കാട്ടാളനാണ് ദമയന്തിയെ രക്ഷിക്കുന്നത്. അതിനുശേഷം ആ കാട്ടാളൻ തന്നെ ദമയന്തിയെ വിവാഹാഭ്യർത്ഥന നടത്തുകയും ബലാത്സംഗം ചെയ്യാനൊക്കെ മുതിരുന്ന സമയത്ത് ദമയന്തിയുടെ പാതിവൃത്യം കൊണ്ട് കാട്ടാളൻ ഭസ്മായി പോയി എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പം എത്രയധികം ഉയർന്ന ഒരു പാതിവൃത്തിയുള്ള സ്ത്രീ ആയിരിക്കും ദമയന്തി എന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ആ ദമയന്തിയുടെ കുറച്ചു കാലത്തുള്ളൊരു അജ്ഞാതവാസം, അവിടെ നിന്ന് ഈ വിദർഭയിലെ രാജാവ്
ദമയന്തിയെ തേടിപ്പിടിക്കുന്നത്, വീണ്ടും ദമയന്തി വിദർഭയിൽ എത്തുന്നത്, പിന്നീട് തൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ മാത്രമേ ഇനിയും താൻ വിവാഹം കഴിക്കുള്ളൂ, മറ്റൊരു വിവാഹത്തിന് ഞാൻ പോവില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ താമസിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെയാണ് പിന്നീടുള്ള നളചരിതം കഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ദമയന്തി എന്ന് വിളിക്കപ്പെടുന്ന ആ രാജകുമാരിയുടെ ഒരു ശ്രേഷ്ഠത നോക്കൂ. തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് ഭസ്മാക്കാൻ സാധിക്കുന്ന പെൺകുട്ടികൾ, രാജകുമാരിമാർ ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഈ വനിതാ സമ്പത്തിനെ കുറിച്ച്, അവർക്കുണ്ടായിരുന്ന അറിവിനെക്കുറിച്ച്, അവരുടെ പാതിവൃത്യത്തെക്കുറിച്ചൊക്കെ ഉണ്ടാവുന്ന അഭിമാന ബോധം എത്രത്തോളം ഉണ്ടാവുമെന്ന് സ്വയം നമ്മൾ ആലോചിച്ച് നോക്കുക. വെറും നളൻ്റെയും ദമയന്തിയുടെയും ഒരു പ്രണയ കഥയായിട്ട് മാത്രം വെറുതെ നളചരിതത്തെ കാണാതെ ഇങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങൾ കൂടി നളചരിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അങ്ങനെയുള്ള ആ ദമയന്തിയുടെ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിച്ചത്. ഇനി നളചരിതത്തിലുള്ള 2 കഥാപാത്രങ്ങളെക്കുറിച്ച് കൂടി വരുന്ന ദിവസം നമുക്ക് അനുസ്മരിച്ച് ഈ കഥ അവസാനിപ്പിക്കാം. ഏതായാലും അടുത്ത ഒരു രംഗവുമായിട്ട് നളചരിതത്തിലെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.